ചേരിപ്പോര് മറനീക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ. 2024 IPL സീസണിന്റെ തൊട്ടുമുമ്പായി രോഹിത് ശർമ്മയെ ടീം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ഹാർദിക് പാണ്ഡ്യയെ നിയമിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആരംഭിച്ച പടലപ്പിണക്കം കൂടുന്നതായി റിപ്പോർട്ടുകൾ. ടീം അംഗങ്ങളുടെ നെറ്റ് പ്രാക്ടീസിംഗിനിടെയാണ് പുതിയ സംഭവ വികാസമുണ്ടായത്. ഹാർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്യാൻ വരുന്നത് കണ്ടപ്പോൾ പ്രമുഖ ബാറ്റർമാരായ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും അവിടെ നിന്ന് മാറിപ്പോയതായി ദൈനിക് ജാഗരൺ റിപ്പോർട്ട് ചെയ്തു. ബാറ്റിംഗ് പരിശീലനം പൂർത്തിയാക്കിയ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവിന്റെയും തിലക് വർമ്മയുടെയും അടുത്തിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഹാർദിക് പാണ്ഡ്യ തന്റെ ഊഴമനുസരിച്ച് നെറ്റ് പ്രാക്ടീസിനെത്തി. ഇത് കണ്ട മൂവരും അവിടെ നിന്ന് എഴുന്നേൽക്കുകയും മൈതാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഈ നടപടി ആരാധകർക്കിടയിൽ ചർച്ചയാവുകയും MI ക്യാമ്പിലെ ആരാധക ശ്രേണി തർക്കം സംബന്ധിച്ച ആരോപണങ്ങൾ ബലപ്പെടുത്തുകയും ചെയ്തു. അടുത്ത മാസം നടക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഹാർദിക് പാണ്ഡ്യയെ ഉൾപ്പെടുത്തുന്നതിനെ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും എതിർത്തിരുന്നതായി ദൈനിക് ജാഗരൺ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇവരുടെ എതിർപ്പ് അവഗണിച്ച് ഹാർദിക്കിനെ ടീമിലെടുത്തുവെന്ന് മാത്രമല്ല വൈസ് ക്യാപ്റ്റനായി നിയമിക്കുകയും ചെയ്തു. മുംബൈ ഇന്ത്യൻസിലെ ഇന്ത്യൻ താരങ്ങൾ രോഹിത് ശർമ്മയ്ക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ വിദേശ താരങ്ങൾ മാത്രമാണ് ഹാർദിക്കിനെ ഫോളോ ചെയ്യുന്നതെന്നും റിപ്പോർട്ടിൽ സമർപ്പിക്കുന്നു. അതിനിടെ ലോകകപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള 15 അംഗ ഇന്ത്യൻ ടീമിനെ ഈ മാസം ആദ്യത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ടീം സെലക്ഷനിലെ അപ്രതീക്ഷിത 2 തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. IPL ഫോം കണ്ടെത്താനാവാതെ വിഷമിക്കുന്ന മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ടീമിലെത്തുന്നുവെന്ന് മാത്രമല്ല വൈസ് ക്യാപ്റ്റനായി ചുമതല നൽകുന്നുമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുന്നതിനിടെയാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഹാർദിക്കിനെ ടീമിലെടുക്കുന്നതിനെ എതിർത്തിരുന്നുവെന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത്. ചീഫ് സെലക്ടർ അജിത് അഗർക്കർക്കും ഹാർദിക്കിനെ ടീമിലെടുക്കുന്നതിൽ എതിരായിരുന്നുവെന്നും ദൈനിക് ജാഗരൺ റിപ്പോർട്ട് ചെയ്തു. ലോകകപ്പിന് ശേഷം ഹാർദിക്കിനെ T20യിൽ ഇന്ത്യയുടെ സ്ഥിരം നായകനായി നിയമിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2023 ഏകദിന ലോകകപ്പിൽ രോഹിത്തിന് കീഴിൽ ഉപനായകനായി ഹാർദിക് ഉണ്ടായിരുന്നു. 2022-23 കാലത്ത് ഹാർദിക് നിരവധി T20 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം വലിയ വിജയങ്ങൾ നേടുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ടീമിലെടുക്കാനും ഉപനായകനാക്കാനുമുള്ള കാരണങ്ങളിൽ ഒന്നാണിത്. ഒരു ഘട്ടത്തിൽ രോഹിത്തിന് പകരം T20യിലെ സ്ഥിരം നായകനാക്കാനും ആലോചിച്ചിരുന്നു. ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് രോഹിത് മാറുമ്പോൾ ഹാർദിക്കിനെ നിയമിക്കാനാണ് BCCI വൃത്തങ്ങൾ ആഗ്രഹിക്കുന്നത്. 16 T20 കളികളിൽ ഇന്ത്യയെ നയിച്ച ഹാർദിക് 10 വിജയങ്ങൾ സമ്മാനിച്ചിരുന്നു. 3 ഏകദിനങ്ങളിൽ 2ലും വിജയിച്ചു. ഹാർദിക്കിന്റെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്ന സൂര്യകുമാർ യാദവും ലോകകപ്പിന് ശേഷം നേതൃനിരയിലേക്ക് വരും. 7 T20കളിൽ ടീം ഇന്ത്യയെ നയിച്ച സൂര്യകുമാർ 5 വിജയങ്ങളാണ് നേടിയത്. 2023 ഹാർദിക്കിനെ T20യിൽ സ്ഥിരം ക്യാപ്റ്റനാക്കുമെന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല. ICC കിരീട നേട്ടങ്ങൾ കിട്ടാക്കനിയായി മാറുന്നതിന് അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ച ടീമിൽ വൈസ് ക്യാപ്റ്റനായത് ഹാർദിക്കിന്റെ കരിയറിലെ വലിയ നേട്ടങ്ങളിലൊന്നാണ്. അടുത്ത മാസം USA, വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിന്റെ IPLലെ ദയനീയ പ്രകടനവും ഓൾറൗണ്ടർ എന്ന നിലയിൽ ഹാർദിക്കിന്റെ സമ്പൂർണ്ണ പരാജയവും അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. IPLൽ ആദ്യം പുറത്തായ 2 ടീമുകളിൽ ഒന്നാണ് മുംബൈ. ടീമിന്റെ പല മത്സരങ്ങൾക്കിടയിലും ആരാധകർ ഹാർദിക്കിനെ കൂവി വിളിച്ചു. ആരാധകരെ ശാന്തരാക്കാൻ രോഹിത് ഇടപെടേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ ഹാർദിക്കും രോഹിത്തും തമ്മിൽ പുറത്തു കേൾക്കുന്നത് പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മൈക്കൽ ക്ലാർക്ക് പറയുന്നത്. ആളുകൾ പറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഇരുവർക്കുമിടയിൽ ഉണ്ടെങ്കിൽ ഹാർദിക്കിനെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തുമായിരുന്നില്ല എന്നും MI ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റിയത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പോലും അത് സൗഹൃദത്തെയോ സെലക്ഷനെയോ രോഹിത് ശർമ്മയെയോ ബാധിക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും മൈക്കൽ ക്ലാർക്ക് അഭിപ്രായപ്പെട്ടു.